നമസ്കാരം സുഹൃത്തുക്കളെ, കേരള കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കിലുള്ള പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ഭൂതത്താൻകെട്ട് എന്ന സ്ഥലത്ത് പെരിയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് എത്തിച്ചേരാനുള്ള വഴി കോതമംഗലം തട്ടേക്കാട് പാതയിൽ കീരമ്പാട് കവലിൽ നിന്ന് ഇടത്തേക്ക് ഇടമലയാർ റൂട്ടിൽ 5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് എത്തിച്ചേരാം. ഈ കാണുന്ന ഡാമിലേക്കുള്ള കവാടം. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് പാസ്സുണ്ട്. 60 രൂപയാണ് പാസ്സായിട്ട് ചാർജ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അവധി ദിവസമായതിനാൽ ഒരുപാട് ആൾക്കാർ ഭൂതത്താൻകെട്ട് ഡാം കാണാനായി വന്നിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 1967 പണി പൂർത്തിയായ ഒരു ഡാമാണ് ഭൂതത്താൻകെട്ട് ഡാം. ഇതിൻ്റെ ഉയരം 39 അടിയും നീളം 692 അടിയുമാണ്. 15 സ്പിൽവേകളാണ് ഈ ഭൂതത്താൻകെട്ട് ഡാമിനുള്ളത്. ഭൂതത്താൻകെട്ട് എന്ന പേരിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഇതിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് 10 കിലോമീറ്റർ മാത്രം അകലെയുള്ള തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം വെള്ളം കയറ്റി നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ ഭൂതങ്ങൾ പെരിയാറിന് കുറുകെ വമ്പൻ കല്ലുകൾ നിരത്തിയിട്ട് പണി ആരംഭിച്ചു. എന്നാൽ ഇത് മനസ്സിലാക്കിയ മഹാദേവൻ ഒരു കോഴിയുടെ രൂപം സ്വീകരിച്ച് കൂവുകയും ഭൂതങ്ങൾ പ്രഭാതമായി എന്ന് വിചാരിച്ച് പണി നിർത്തി പോവുകയും ചെയ്തു എന്നാണ് ഇതിന് പിന്നിലുള്ള ഐതിഹ്യം. വളരെ മനോഹരമായൊരു സീനറിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡാമും പരിസര പ്രദേശങ്ങളുമൊക്കെ കാണാനായിട്ട്. ഇത് കാണാനൊക്കെ ആയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ അവധി ദിവസങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയായി സമാന്തരമായ ഒരു പാലം കൂടിയുണ്ട്. ആ പാലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാം കാര്യങ്ങളൊക്കെ അതിമനോഹരമായി കാണാം. ഇപ്പോൾ ഇവിടെ 3 സ്പിൽവേകൾ തുറന്നു വിട്ടിട്ടുണ്ട്. വെള്ളം പുറത്തേക്ക് വരുന്നത് കാണാൻ നല്ല രസമാണ്. ഇവിടെ സ്പിൽവേകൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന മീനുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് താഴേക്ക് വരും. ആ മീനെ പിടിക്കാനൊക്കെയായി ഒരുപാട് ആൾക്കാർ പാലത്തിൽ നിന്ന് ചൂണ്ടയിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി മീനുകളെയൊക്കെ കിട്ടുന്നൊക്കെയുണ്ട്. ഒരുപാട് വലിയ മീനുകളൊക്കെ സ്പിൽവേ തുറക്കുന്നതിനോടൊപ്പം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതൊന്നാമത്തെ സ്പിൽവേ ആണ്. ഈ സമാന്തര പാലത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പിൽവേകളും വെള്ളച്ചാട്ടമൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡാമിൽ നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം അടുത്ത് നിന്ന് ആസ്വദിക്കും. ഡാമിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോയൊന്നും അനുവദനീയമല്ല എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറയുള്ള സമാന്തര പാലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാം. ഡാമിൻ്റെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ പാലത്തിൽ നിന്നുകൊണ്ട് തന്നെ പകർത്താൻ സാധിക്കും. ഡാമിൽ വരുന്ന നീരൊഴുക്കിൻ്റെ അളവനുസരിച്ച് തുറന്നു വിടുന്ന ജലത്തിൻ്റെ അളവ് കൂട്ടും. ഇപ്പം വലിയ വെള്ളം ഉള്ള സമയമല്ല, അതുകൊണ്ട് തന്നെ 3 സ്പിൽവേകൾ മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ. കുട്ടമ്പുഴ പ്രദേശത്ത് നിന്ന് വരുന്ന പൂയംകുട്ടിപ്പുഴയും ഇടമലയാറും പെരിയാറും കൂടെ കൂടിച്ചേർന്നാണ് ഭൂതത്താൻ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. കോതമംഗലം പട്ടണത്തിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയായിട്ടാണ് ഭൂതത്താൻ അണക്കെട്ട് ഉള്ളത്. ഇവിടെ ഇതിനു മുമ്പ് തന്നെ പ്രകൃതിദത്തമായ ഒരു അണക്കെട്ട് ഉണ്ടായിരുന്നു. 2 വലിയ പാറക്കെട്ടുകൾക്ക് നടുവിലായി കുറേ കല്ലുകൾ കൂട്ടി ഇട്ടിരിക്കുന്ന പോലെ തന്നെ പ്രകൃതിദത്തമായ ഒരു അണക്കെട്ട് നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിന് ഭൂതത്താൻ അണക്കെട്ട് എന്ന് പേര് ഉണ്ടായതിന് പിന്നിലെ ചരിത്രം. ഇവിടെയാണ് സർക്കാർ പുതിയ അണക്കെട്ട് 1967 പണിതിരിക്കുന്നത്. സ്പിൽവേയിൽ നിന്ന് വരുന്ന വെള്ളം കാണാൻ വളരെ പതഞ്ഞൊഴുകുന്ന വെള്ളം കാണാൻ നല്ല ഭംഗിയാണ്. ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ ഒക്കെ എടുക്കുന്നതിനൊക്കെ വളരെ നല്ലൊരു സ്ഥലം കൂടിയാണ് ഭൂതത്താൻകെട്ട് ഡാം. അങ്ങനെ ഞാൻ പതിയെ ഡാമിൽ നിന്ന് തിരിച്ചു പോകാൻ ആരംഭിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.